നമസ്കാരം. എല്ലാവർക്കും ജോയ്ഫുൾ സൈക്കിളിലോട്ട് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ചിലർക്കത് വലിയ സമ്പത്ത് നേടുന്നതായിരിക്കാം, മറ്റു ചിലർക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വിജയസങ്കല്പം എന്താണെങ്കിലും അവിടേക്ക് എത്താൻ സഹായിക്കുന്ന ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ജീവിതത്തിൽ വിജയം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 നിയമങ്ങളെക്കുറിച്ചാണ്. ഇത് കേവലം നിയമങ്ങൾ എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ശക്തിയുള്ള ചില ചിന്തകൾ കൂടിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇനി വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജോയ്ഫുൾ സൈക്കിൾ ഓരോരോ വെൽനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാനസികാരോഗ്യവും കോൺഫിഡൻസ് ലെവലും മറ്റൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മാനസികാരോഗ്യം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ജോയ്ഫുൾ സൈക്കിളിന്റെ മിഷനായിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഫോർ ദ മാസസ് എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 7 വർക്ക്ഷോപ്പുകളാണ് ഈ വരുന്ന മാസങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അത് വർക്ക്ഷോപ്പുകൾ അവതരിപ്പിക്കുക ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ ഇമോഷനുകളെ മാനേജ് ചെയ്യാനും ഏങ്കറിനെ മാനേജ് ചെയ്യാനും, നിങ്ങൾക്ക് ഡിപ്രസീവ് അതുപോലത്തെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും, അഡിക്ഷനുകളോ കോൺഫിഡൻസിന്റെ കുറവോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സഹായിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കിത് ആക്സസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതേ വിവരങ്ങൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക എന്നതാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്ത ഒരു കപ്പലിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കാറ്റടിക്കുന്നതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കും. ഒടുവിൽ എവിടെയെങ്കിലും എത്തിച്ചേരായിരിക്കും, അല്ലേ? പക്ഷേ എത്തേണ്ടിടത്ത് എത്തണമെന്നില്ല. അതുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതവും. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് നേടണം, 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ വ്യക്തമായിട്ടുള്ള, അളക്കാൻ കഴിയുന്ന, നേടിയെടുക്കാൻ സാധ്യതയുള്ള, പ്രസക്തമായിട്ടുള്ള, സമയബന്ധിതമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന സ്മാർട്ട് ഗോൾസ് എന്ന് പറയുന്നത്. അതെ, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. അതെ, സ്മാർട്ട് രീതിയിലുള്ള ലക്ഷ്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ലക്ഷ്യങ്ങൾ നമുക്ക് ദിശാബോധം നൽകുന്നു, മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നൽകുക ചെയ്യണേ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും എവിടേക്കാണ് യാത്രയെന്നും തിരിച്ചറിയാനായിട്ട് ഇത് വളരെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ നിയമം നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നതാണ്. ലോകം മുഴുവൻ നിങ്ങളെ അവിശ്വസിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വിജയം ഒരിക്കലും അസാധ്യമായിട്ടുള്ള കാര്യമല്ല. എത്രയോ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവരുടെ തുടക്കകാലത്ത് ഒരുപാട് പരിഹാസങ്ങളും തിരസ്കാരങ്ങളും നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ കഴിവിലും സ്വപ്നത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു എന്ന് പറയുന്നു, അല്ലേ? ഓരോ പരാജയത്തിൽ നിന്നും അദ്ദേഹം പാഠം പഠിച്ചു, സ്വയം വിശ്വസിച്ചു, മുന്നോട്ട് പോയി. അടുത്തതായിട്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു ബോക്സറാണ് മുഹമ്മദ് അലി എന്ന് പറയുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബോക്സറായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് മുഹമ്മദ് അലി എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും മത്സരത്തിനായിട്ട് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അദ്ദേഹം സ്വയം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ഫൈനസ്റ്റ്. അതെ, ഞാനാണ് കേമൻ, ഞാനാണ് ഏറ്റവും മികച്ചത്, ഞാനാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്, ഞാനാണ് ഫൈനസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട്, സ്വയം വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ട് പതിയെ പതിയെ അവനത് വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വസിച്ച് ആ ആത്മവിശ്വാസം നേടിക്കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ അവൻ്റെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ അത് വന്നു തുടങ്ങി. അങ്ങനെ അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായിട്ടുള്ള ബോക്സർ എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് അലി ആയിട്ട് അദ്ദേഹം മാറാണ് ചെയ്യുന്നത്. സോ നിങ്ങളെ തന്നെ വിശ്വസിക്കാനായിട്ട് തുടങ്ങാം.
നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. ഒന്നും നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. സോ മടി കൂടാതെ നിങ്ങൾ കഴിവുകൾ നേടിയെടുത്തിട്ട് സ്വയം വിശ്വസിക്കാനായിട്ട് അങ്ങ് തുടങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയുക, അതിനെ ബഹുമാനിക്കുക, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന ചിന്ത മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. വിജയത്തിലേക്കുണ്ടല്ലോ കുറുക്ക് വഴികളൊന്നുമില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുക കൂടി വേണം, അല്ലേ? അച്ചടക്കത്തോടെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം. നിങ്ങളൊരു കായിക താരത്തെ അങ്ങ് നോക്കിയേ. ഒരു ഒളിമ്പിക്സ് മെഡൽ നേടുന്നതിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനമായിട്ടുള്ള പരിശീലനം അതിന് പിന്നിലുണ്ട്, അല്ലേ? അതുപോലെ ഒരു സംരംഭകന് വിജയം നേടുന്നതിന് പിന്നിൽ ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചുള്ള പ്രയത്നം വളരെ ആവശ്യമാണ്. മടി പിടിച്ചിരുന്നാലുണ്ടല്ലോ ഒരിക്കലും അങ്ങ് എത്താനായിട്ട് പോകുന്നില്ല. ഇനി നാലാമത്തെ നിയമം എന്ന് പറയുന്നത് സ്ഥിരോത്സാഹം പുലർത്തുക എന്നതാണ്. ജീവിതയാത്രയിൽ ഒരുപാട് തടസ്സങ്ങളും പരാജയങ്ങളൊക്കെ ഉണ്ടാവും. വീണു പോകുമ്പോൾ അവിടെ തന്നെ കിടക്കാതെ എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത്, അതാണ് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത്. ആ മനക്കരുത്ത് കാണിക്കണം. അതിലൂടെ ആ സ്ഥിരോത്സാഹത്തിലായിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. നിങ്ങൾക്കൊരു കാര്യം തുടങ്ങി, പക്ഷെ ഫലം കിട്ടിയില്ല എന്ന് കരുതാം. അവിടെ നിർത്തി പോവുകയാണോ വേണ്ടേ? അല്ല, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കാം, തെറ്റുകൾ തിരുത്താം, പുതിയ ഊർജത്തോടെ വീണ്ടും അങ്ങ് ശ്രമിക്കാനായിട്ട് തുടങ്ങാം. ഓരോ പരാജയം ഉണ്ടല്ലോ വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ്. ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. അഞ്ചാമത്തെ നിയമം എന്ന് പറയുന്നത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക. പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും വന്നുകൊണ്ടിരുന്നുകൊണ്ടിരിക്കുക. AI ഒക്കെ വന്നല്ലോ. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും മാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും, നമ്മൾ പുറകിലായി പോകും. പുസ്തകങ്ങൾ അതുകൊണ്ട് വായിക്കുക, പുതിയ കോഴ്സുകൾ ചെയ്യുക, ഓൺലൈനായിട്ടൊക്കെ പല കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക, മറ്റുള്ളവരായിട്ട് സംസാരിച്ച് അറിവ് നേടാനായിട്ട് ശ്രമിക്കുക. പഠനം ഒരിക്കലും അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അറിവ് നേടുന്നതിലൂടെയല്ലോ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കും, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ആറാമത്തെ നിയമം എന്ന് പറയുന്നത് സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് വിജയം അടങ്ങിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് സമയം പാഴാക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം ഉണ്ടല്ലോ അങ്ങ് നിയന്ത്രിക്കുക. ഒരു ലിമിറ്റിന് വെക്കാനായിട്ട് ശ്രമിക്കുക. സമയം ഒരു നിധി പോലെയാ, അല്ലേ? അത് വിവേകത്തോടെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് അത് വേസ്റ്റായിട്ട് പലപ്പോഴും നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി മാറുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. ഇനി ഏഴാമത്തെ നിയമം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി പുലർത്തുക എന്നതാണ്. നമ്മുടെ ചിന്തകൾക്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ സ്വാധീനിക്കാനായിട്ട് വലിയ കഴിവുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ പരിഹാരങ്ങളെക്കുറിച്ചും ചിന്തിക്കാം. നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് തുടങ്ങുക. ഒരേ സാഹചര്യത്തിൽ 2 പേര് വ്യത്യസ്തമായി പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരാൾ തളർന്നു പോകുമ്പോൾ മറ്റൊരാൾ അതിനെ അവസരമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ ചെയ്യുന്നത്. ഇത് മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. ശുഭാപ്തി വിശ്വാസം പ്രതിസന്ധികളെ തരണം ചെയ്യാനും ലക്ഷ്യത്തിലേക്ക് മുന്നേറാനും നമ്മളെ സഹായിക്കാനായിട്ട് വളരെ വലിയ കഴിവുള്ളൊരു കാര്യമാണ്. ഇനി എട്ടാമത്തെ നിയമം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. നമ്മളുണ്ടല്ലോ ഒരു സാമൂഹിക ജീവിയാണ്, അല്ലേ? ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനായിട്ട് നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. കുടുംബം, സുഹൃത്തുക്കള്, സഹപ്രവർത്തകര്, ഉപദേഷ്ടാക്കള് എന്നിവരൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമുക്ക് വലിയ പിന്തുണ നൽകാൻ സഹായിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. അവരുമായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴുണ്ടല്ലോ തിരിച്ച് സഹായം ലഭിക്കാനായിട്ട് ഇത് വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മടി കൂടാതെ നല്ല നെറ്റ്വർക്കും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങ് ശ്രമിക്കുക. ഇനി 9ാമത്തെ നിയമം എന്ന് പറയുന്നതുണ്ടല്ലോ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ്. അതെ, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക.
ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ജീവിതത്തിൽ എന്ത് നേട്ടമെങ്കിലും നല്ല ആരോഗ്യവും ഊർജ്ജസ്വലതയും ആവശ്യമാണ്. നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആവശ്യത്തിന് ഉറക്കം നേടിയെടുക്കാൻ ശ്രമിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പല വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക. മനസ്സിലാക്കുക, ശാരീരികവും മാനസികപരവുമായിട്ടുള്ള ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ആരോഗ്യത്തിന് മുൻഗണന നൽകിയാൽ മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കഴിവിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി 10ാമത്തെയും അവസാനത്തെയായിട്ട് ഇന്ന് അവതരിപ്പിക്കുന്ന നിയമമാണ് മറ്റുള്ളവരെ സഹായിക്കുകയും ഉള്ള കാര്യങ്ങൾക്ക് ആ സഹായം നൽകിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരായിരിക്കും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് നമുക്ക് തന്നെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് പലപ്പോഴും നമുക്ക് തിരിച്ച് സഹായമായി ലഭിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, അതിന് നന്ദിയുള്ളവരായിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലുണ്ടല്ലോ സന്തോഷം കണ്ടെത്താനായിട്ട് അങ്ങ് ശ്രമിക്കാം. നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താനും ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായിട്ട് കാണാനും സഹായിക്കും. അപ്പോൾ ഇതാണ് ജീവിത വിജയത്തിന് ആവശ്യമായിട്ട് നമ്മളിന്ന് അവതരിപ്പിക്കുന്ന 10 പ്രധാനമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി അവ ശ്രദ്ധിക്കാം. വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാം, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, കഠിനാധ്വാനം ചെയ്യുക, സ്ഥിരോത്സാഹം പുലർത്തുക, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, സമയം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുക, പോസിറ്റിവിറ്റി ചിന്താഗതി പുലർത്താനായിട്ട് ശ്രമിക്കുക, നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നന്ദിയുള്ളവരായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓർക്കുക, വിജയം എന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു യാത്രയാണ്. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ മാറ്റങ്ങൾ പോലുണ്ടല്ലോ വലിയ ഫലങ്ങൾ ഇവഞ്ച്വലി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിജയത്തിനായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം നിയമങ്ങളും നിങ്ങളുടെ ആശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.